ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷൻ, വളരെയധികം പാഷനും ഇമോഷൻസും അവരുടെ ഉള്ളിൽ അവർ വളരെ യാഥാർത്ഥ്യത്തിൽ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു പ്രായമാണ്. അറിയില്ല, അവർക്ക് ശരിയും തെറ്റും എന്നൊന്നും അത്രേ അറിയത്തില്ല. പക്ഷെ അവരുടെ അനുഭവമാണ്, ഭയങ്കരമായ വികാരങ്ങളാണ് അവരെ നിയന്ത്രിക്കുന്നത്. മൈൻഡ് ഈസ് ഹൈജാക്ഡ് ബൈ ദ ഇമോഷൻസ് എന്നൊക്കെ പറയുന്ന ഒരു പ്രായമാണല്ലോ. മാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പ്രേമത്തിലേക്ക് പോകുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പൊ അതെല്ലാം കടന്ന് എത്രയോ അധികം വഷളത്വത്തിലേക്ക് ലൈംഗികത എന്ന് പറയുന്ന വിഷയങ്ങൾ കടന്നുപോയി എന്ന് നമുക്കറിയാമല്ലോ. പോർണോഗ്രാഫി അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അശ്ലീലമായിട്ടുള്ള പിക്ചേഴ്സും വീഡിയോസും സർവ്വസാധാരണമായി ഒരു ക്ലിക്കിൽ തന്നെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ ആ ലോകം മുഴുവൻ തുറന്നു വരുന്നത് പോലെയുള്ള സാധ്യതകളാണ് ഇന്ന് കുഞ്ഞുങ്ങളുടെ മുൻപിൽ തുറന്നിരിക്കുന്നത്. അവർക്കൊരു നാച്ചുറൽ ക്യൂരിയോസിറ്റി ഉണ്ട്, ഈ വിഷയങ്ങൾ അറിയണം, അവരുടെ ഏജ് അതായി കഴിഞ്ഞു, സെക്ഷുവാലിറ്റിയെ കുറിച്ച് അറിയണം എന്നൊക്കെ അവർക്ക് ഒരു താല്പര്യമുണ്ട്. പക്ഷേ ഇതിനകത്തൊരു കറക്റ്റ് ഗൈഡൻസ് കൊടുക്കാനും, ഏതാണ് ശരി ഏതാണ് തെറ്റ്, എവിടെ നമ്മൾ ബൗണ്ടറി ഇടണം, എന്താണ് ഇതിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, എന്താണ് പാപം, നമ്മൾ ആ ലൈൻസ് ഡ്രോ ചെയ്യണം. പ്രീ മാരിറ്റൽ സെക്സ് അത് തെറ്റാണ്, ഫോർണിക്കേഷനാണ്, ഇത്തരത്തിലൊക്കെയുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പിക്ചർ കുഞ്ഞുങ്ങളിലേക്ക് പലപ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും പലപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് നോക്കരുത്, ജസ്റ്റ് കുറെ കമാൻഡ് പോലെ ആയിരിക്കും. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് കഴിയുന്നില്ല. സോ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിവുകൾ, തിരിച്ചറിവുകൾ മുതിർന്നവരായ നമ്മൾക്ക് തന്നെ ആവശ്യമാണ്. എന്നാൽ മാത്രമേ അതേ സീരിയസ്നെസ്സോടുകൂടി നമുക്ക് ഇത് കുഞ്ഞുങ്ങളിലേക്ക് നമുക്കിത് എത്തിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ.